കാവി, കാക്കി, കതർ ഈ വേഷം കൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണിക്കാൻ കഴിയും. ഇത് കിട്ടുകൊണ്ട് എന്ത് അഭ്യാസം കാണിച്ചാലും കേരളത്തിൽ ഒരു പ്രശ്നമില്ല. അഴി എണ്ണിയാൽ പോലും അവിടെ നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ കേരളമൊക്കെ ചുറ്റി നമ്മുടെ നാട്ടിലേക്ക് ചെന്നപ്പോൾ നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ്. വോട്ടായിരുന്നു കേരളത്തിൽ. ആ ബൈപ്പാസിലേക്ക് ഒന്ന് ചെല്ലണം. കേരളത്തിലെ എല്ലാ ബൈപ്പാസുകളിലും വലിയ പോസ്റ്ററും വലിയ ഫ്ലക്സുകളുമാണ്. ചിഹ്നങ്ങൾ വരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബൈപ്പാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ബൈപ്പാസ് സർജറികളിൽ ഏറ്റവും വലിയ പാസ്സാണ് ബൈപ്പാസ്. ഈ സർജറിക്ക് ഒരു ബൈപ്പാസ് എന്ന് പറയാൻ കാര്യം, സർജറി ചെയ്യുമ്പോൾ വിജയിച്ചാൽ പാസ്, ഇല്ലെങ്കിൽ ഭയം. അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏതാണ്ട് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോയി നന്നായിട്ട് വോട്ട് ചെയ്തു. എന്നെ ആൾക്കാർ നോട്ട് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യാൻ പോയി, എന്നെ ആൾക്കാർ നോട്ട് ചെയ്തു. ഞാൻ ഈ മരിച്ചവരുടെ ലിസ്റ്റിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. ഇത്തവണ ഞാൻ നോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ, വോട്ട് ചെയ്തില്ല. കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്യാൻ പോയി. എന്നെ കൊണ്ടുപോയി ആൾക്കാർ എന്നെ വളരെ ഗംഭീരമായിട്ട് കാറിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, അരിവാൾ ചുറ്റിക തന്നെയല്ലേ നിങ്ങളുടെ ചിഹ്നമെന്ന് ചോദിക്കലും ഇടി തുടങ്ങലും ഒരുമിച്ച്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ വോട്ട് ചെയ്തു, അപ്പൊ അവർ ഇടിച്ചെന്തിനാണ്? UDF കാരാണ് എന്നെ കൊണ്ടുപോയത്.